ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകളും ജില്ലാ നേതൃയോഗങ്ങൾക്കും തൃശൂരിൽ ആവേശോജ്വല തുടക്കം. 232 രൂപ ശമ്പളമുള്ള ആശാവർക്കർമാർ 100 രൂപ കൂട്ടിച്ചോദിക്കുമ്പോൾ അത് കൊടുക്കാത്ത സർക്കാർ അവരുടെ 9ാം വാർഷികാഘോഷത്തിന് 100 കോടിയുടെ ധൂർത്ത് നടത്തുന്നുവെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന വികസിത കേരളം കൺവെൻഷനുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലയിൽ നടന്നത്. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച കേരളം മാറ്റത്തിന് വേണ്ടി കാതോർക്കുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 2014 ഇന്ത്യയും 2025-26 കേരളം ഒരു വ്യത്യാസവുമില്ല. ഇന്ന് 3ാം നമ്പർ 4ാം നമ്പറിന്റെ ഇക്കോണമി ആവുന്നു. ആ മാറ്റം ഇന്ത്യയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടു. അവര് നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തു. അദ്ദേഹം ആ മാറ്റം അവർക്ക് കൊടുത്തു. അതേ സമാനം നമുക്ക് ഈ കേരള നാട്ടിൽ മാറ്റം വേണം. ജനങ്ങൾ പറയുന്നതാണ്. ആ ജനങ്ങൾ പറയുന്നു ഇത് വികസിത് ഭാരത് ഉണ്ടാകുമ്പോൾ വികസിത് കേരളയും ഉണ്ടാക്കണം. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മൂലം കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടി. 2014 ഇന്ത്യൻ ജനത മാറ്റം ആഗ്രഹിച്ചു. ആ മാറ്റം മോദി സർക്കാരിലൂടെ നാട്ടിലുണ്ടായി. വികസിത് ഭാരത് ഉണ്ടാകുമ്പോൾ വികസിത് കേരളവും വേണമെന്ന് ജനം ആവശ്യപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന അധ്യക്ഷനായ ശേഷം തൃശൂരിൽ ആദ്യമായി എത്തിയ രാജീവ് ചന്ദ്രശേഖറിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകർ ഊഷ്മള വരവേൽപ്പാണ് നൽകിയത്. തുടർന്ന് വേദിയിലെത്തിയ രാജീവ് ചന്ദ്രശേഖറിനെ പുഷ്പഹാരം അണിയിച്ച് സ്വീകരിച്ചു. ശേഷം സംസ്ഥാന പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ കോർ കമ്മിറ്റി യോഗവും നടന്നു. വികസിത കേരളം കൺവെൻഷനിൽ ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശോഭാ സുരേന്ദ്രൻ, എ.എൻ. രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറിമാരായ എ. നാഗേഷ്, അഡ്വക്കേറ്റ് എസ്. സുരേഷ്, മുൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന നേതാവുമായ കെ.വി. ശ്രീധരൻ മാസ്റ്റർ, മുൻ ജില്ലാ അധ്യക്ഷൻ കെ.കെ. അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, തൃശൂർ.